നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ? എല്ലാ മാധ്യമങ്ങളും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. യുവതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കേസുമായി മുൻപോട്ട് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഇനി നിയമ നടപടിയെ നേരിടാൻ തയ്യാറെടുക്കുകയാണ്. ഹർജി ഇപ്പോൾ ജാമ്യ ഹർജി നൽകിയിട്ടേയുള്ളൂ. അതിൽ തീരുമാനം തിങ്കളാഴ്ചയായിരിക്കും ഉണ്ടാവുക. അതുവരെ അതിനുള്ളിൽ രാഹുൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതീകാത്മക ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോൾ SFI പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ ഒരു പരിപാടിക്ക് എത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീഷിനെ ഈ നോട്ടീസ് കൈമാറാനുള്ള SFI പ്രവർത്തകരുടെ ശ്രമവും പോലീസ് തടഞ്ഞു. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് SFI പ്രവർത്തകർ പ്രതീകാത്മക ലുക്കൌട്ട് നോട്ടീസുമായി സ്വകാര്യ പരിപാടി നടക്കുന്ന വേദിക്ക് സമീപമെത്തിയത്. പരിപാടി കഴിഞ്ഞ് VD സതീശൻ വേദിയിൽ നിന്ന് പുറത്തേക്ക് വന്നതോടെ രാഹുലിന്റെ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് പ്രതികരണം തേടിയിരുന്നു. ഇക്കാര്യത്തിൽ KPCC പ്രസിഡന്റ് എല്ലാം വിശദീകരിച്ചിട്ടുണ്ടെന്നും അതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നുമായിരുന്നു VD സതീശന്റെ പ്രതികരണം. ഇതിനിടെയാണ് 15ഓളം SFI പ്രവർത്തകർ പ്രതീകാത്മക ലുക്കൌട്ട് നോട്ടീസ് ഉയർത്തി ഇവിടേക്ക് എത്തിയത്. തുടർന്ന് പ്രതിപക്ഷ നേതാവിന് നോട്ടീസ് കൊടുക്കാനും ശ്രമിച്ചു. എന്നാൽ പോലീസ് ഇടപെട്ട് SFI പ്രവർത്തകരെ തടയുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് പങ്കിടുന്ന പരിപാടി നടക്കുന്ന വേദിയിലേക്ക് നേരത്തെ ഒട്ടേറെ SFI പ്രവർത്തകർ എത്തിയിരുന്നു. അതിനാൽ തന്നെ സ്ഥലത്ത് കൂടുതൽ പോലീസുകാരെയും വിന്യസിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. താൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ കൂട്ടായ ബോധ്യത്തിൽ നിന്നുള്ള തീരുമാനമായിരുന്നു അത്. ആൾക്കൂട്ടം വന്ന് പറഞ്ഞാലും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. കൊച്ചിയിലെ സ്വകാര്യ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുലിനെതിരായ നടപടി ബോധ്യത്തിൽ നിന്നുള്ള തീരുമാനമായിരുന്നു. എന്റെ മാത്രമല്ല, പാർട്ടിയുടെ കൂട്ടായ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് അറബിക്കടൽ പോലെ കേരളം ഇരമ്പി വന്നാലും പിന്മാറില്ല. രാഷ്ട്രീയത്തിൽ വൈകാരികതയ്ക്ക് വലിയ അർത്ഥമില്ലെന്നും തെറ്റുപറ്റിയാൽ ഉടൻ അത് സമ്മതിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ FIRലെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നിരുന്നു. രാഹുൽ യുവതിയെ 3 തവണ ബലാത്സംഗം ചെയ്തുവെന്നും നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്ന് FIRൽ പറയുന്നുണ്ട്. ബലാത്സംഗം, വിവാഹ വാഗ്ദാനം നൽകി പീഡനം, ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കൽ, വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. കൊച്ചിയിലെ സ്വകാര്യ പരിപാടിയിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവിനെതിരെ പ്രതിഷേധവുമായി SFI രംഗത്തെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലുക്കൌട്ട് നോട്ടീസിന്റെ പകർപ്പ് ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം. VD സതീശൻ സംസാരിച്ചുകൊണ്ടിരിക്കെ വേദിയിലേക്ക് ഇരച്ചു കയറാൻ ശ്രമം നടത്തിയതിനെ തുടർന്ന് പോലീസുകാർ സ്ഥലത്തെത്തുകയായിരുന്നു. ഏതായാലും കേരളം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുമോ എന്നാണ് ഇപ്പോൾ ഏറെ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്നത്. പോലീസ് അടക്കം പല മേഖലകളിലും രാഹുൽ മാങ്കൂട്ടത്തിലെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പലയിടത്തും അദ്ദേഹത്തിന്റെ വീടും MLA ഓഫീസ് അടക്കം ഇപ്പോൾ പോലീസിന്റെ വലയത്തിലാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ അദ്ദേഹത്തെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്നുള്ള സാഹചര്യമാണ് കേരളത്തിൽ നിലവിൽ നിലനിൽക്കുന്നത്.